നമ്മൾ ആറാം മുദ്രയെക്കുറിച്ച് ചിന്തിച്ചു. അതിൻ്റെ ശേഷം നമുക്ക് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്ന വിഷയം എന്താണെന്ന് പരിശോധിക്കാം. മുദ്രകളുടെ വിവരണം മുദ്രയെക്കുറിച്ച് പറയാൻ അതിൻ്റെ ഇടയിലുള്ള ക്യാപ്പിൽ എന്ത് കാര്യമാണ് സംഭവിക്കേണ്ടത് എന്നുള്ളതാണ്. 7-ാം അധ്യായം 1-ാം വാക്യം, അതിൻ്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നത് കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ടു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. ഇവിടെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇവിടെ കർത്താവ് യോഹന്നാനെ അറിയിക്കുന്നത്. അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ശേഷം എന്നുള്ളതാണ്. 6 മുദ്രകളെക്കുറിച്ച് ഉള്ള വിവരണം നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ട 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ വീണ്ടും ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനയോടുകൂടി തന്നെയാണ് ഭൂമിയുടെ 4 കോണിലും 4 ദൂതന്മാർ നിൽക്കുന്നു. കാറ്റെന്ന് പറയുന്നത് യുദ്ധങ്ങളെയാണ് കാണിക്കുന്നത്. മുന്നമേ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു യുദ്ധമുണ്ടാകാൻ സാധ്യതയില്ലെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല മുദ്രകൾ പൊട്ടിക്കുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ 7 ക്രോധകലശങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ സഹസ്രാബ്ദം ആരംഭിക്കുന്നതിൻ്റെ ആ കാലഘട്ടം വരെ ഈ സംഭവവികാസങ്ങൾ കയറിയിറങ്ങി വരാവുന്ന അവസ്ഥയിലാണ്. അത് എപ്പോൾ എന്താണ് ആവശ്യമുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് അതാത് ദൂതന്മാർക്ക് ദൈവം അതിൻ്റെ അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ യുദ്ധമുണ്ടാകാതിരിക്കാൻ 4 ദിക്കുകളിലും 4 ദൂതന്മാർ കാറ്റുകളെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അതിനൊരു വലിയ ഉദ്ദേശം വെച്ചുകൊണ്ടാണ്, ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അപ്പോൾ കിഴക്ക് നിന്ന് ഒരു ദൂതൻ മുദ്ര ഇടുവാനുള്ള ഒരുക്കത്തിലാണ്. ആരെയാണ് മുദ്രയിടേണ്ടത്? ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ദാസന്മാരെന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ആരെ സംബന്ധിച്ചാണെന്ന് നമ്മൾ ഇതിനു മുൻപേ ചിന്തിച്ചിട്ടുള്ളതാണ്. 12 അപ്പോസ്തലന്മാരും
അവരുടെ ഉപദേശം കേട്ട് സത്യത്തിൽ നിലനിൽക്കുന്ന ഭക്തന്മാർ അവരുടെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് കർത്താവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നതുവരെ തുടരും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ 144,000 പേരെ മുദ്രയിടുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഭരണം ആരംഭിക്കുന്നതിന് മുൻപേ ഇവരെ മരണത്തിൽ നിന്നും മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് ആക്കി തീർക്കും എന്നുള്ളതാണ്. 144,000 പേർക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള അനുമതി ദൈവം നൽകിയിട്ടുള്ളൂ. ബാക്കി ശേഷമുള്ള മനുഷ്യരാശി മുഴുവൻ ഈ ഭൂമിയിൽ തന്നെയാണ് ജീവിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ രക്ഷയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കിയത്. തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവർ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായ. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ, തിരഞ്ഞെടുക്കപ്പെടാത്ത ആളുകൾ, അവർ ഭൗമിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉളവായി വരും. അപ്പം ഇവിടെ പ്രധാനമായിട്ട് ആദ്യം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടുക എന്നുള്ളതാണ്. അങ്ങനെ മുദ്രയിട്ടത് അവരുടെ സംഖ്യ 144,000 പേര് എന്നുള്ളതാണ്. ഈ 144,000 പേര് അവരെക്കുറിച്ച് 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അപ്പം ഈ പ്രത്യേക വാഴ്ചയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരെ, അവരെ ആ വാഴ്ച ആരംഭിക്കുന്നതിന് വേണ്ടി മുദ്രയിട്ട് എടുക്കുന്ന സമയമാണിത്. ആ സമയത്ത് ഈ യുദ്ധമുണ്ടാകാതിരിക്കാൻ, ഒരു പ്രകമ്പനമുണ്ടാകാതിരിക്കാനുള്ള ആജ്ഞയാണ് കർത്താവ് ആ ദൂതന്മാർക്ക് കൊടുക്കും. അപ്പോൾ ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗം എന്നാണ് ഇവരെക്കുറിച്ച് പറയുന്നത്. ഇവർക്ക് മറ്റൊരു പേര് പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഒരു പേര് പറയുന്നുണ്ട്. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോ ഈ പ്രപഞ്ചത്തിന്മേലും മനുഷ്യരുടെ മേലും ദൂതന്മാരുടെ മേലുമുള്ള സർവ അധികാരങ്ങളും ഈ തിരഞ്ഞെടുക്കപ്പെട്ട 144,000 പേർക്ക് കൈമാറുകയാണ്. അവരെ ചെറിയ ആട്ടിൻകൂട്ടം എന്ന് വിളിച്ചിരിക്കുന്നു. ഒരു വലിയ ആട്ടിൻകൂട്ടം ഇനി വരാനുണ്ട്. അതുകൊണ്ടാണ് ഇവരെ ചെറിയ ആട്ടിൻകൂട്ടം എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. ആദാമ്യ ഭവനത്തിൽ ശേഷമുള്ളവരുടെ സംഖ്യ നോക്കുമ്പോൾ ഇവരുടെ സംഖ്യ വളരെ ചെറുതാണ്. അത് സ്വർഗീയ വിളിക്ക് ഒരു യോഗ്യരായി തീർന്നിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ചെറിയ ആട്ടിൻകൂട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയുടെ ഭരണഭാരം അവൻ വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കുകയില്ല എന്ന് ദാനിയേൽ പറയുന്നുണ്ട്. 5-ാമത്തെ സാമ്രാജ്യം, അതിൻ്റെ ഭരണം
യേശുവിനും സഭയ്ക്കുമായിട്ട് നൽകപ്പെടും എന്ന് പറയുന്നു. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെ നശിപ്പിച്ച് എന്നേക്കും നിലനിൽക്കുമെന്ന ഈ ഭൂമിയിൽ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള എല്ലാ ഭരണകൂടങ്ങളെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെയും ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഭരണം എന്നേക്കും നിലനിൽക്കുമെന്ന, അങ്ങനെ അവരുടെ ഭരണം നിലനിൽക്കാൻ വേണ്ടിയാണ് ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ. അങ്ങനെ ക്രിസ്തുവിനും സഭയ്ക്കു വേണ്ടി ഈ ലോകം വഴിമാറിക്കൊടുക്കുന്നു. അവരുടെ പട്ടിക ഇതിൽ വിവരിച്ചിട്ടുണ്ട് 6-ാം അധ്യായത്തിൽ. ഇന്നലെ നമ്മൾ പഠിച്ച വിഷയത്തിൽ അത് വിവരിച്ചിട്ടുണ്ട്. അപ്പം ഈ കാര്യത്തിന് തർക്കമല്ല ഇനി. അവരുടെ സംഖ്യ 144,000 പേര് ആണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ താഴെ നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിലും നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ എന്ന് എഴുതിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ 144,000 പേരെന്ന് പറയുന്ന ഈ സംഖ്യ അത് മുഴുവനും ഇസ്രായേലിൽ നിന്ന് വന്നവരല്ല. അത് അധിക പങ്കും ജാതികളിൽ നിന്ന് സഭയിലേക്ക് വന്നവരാണ്. ഇസ്രായേൽ ജാതികൾ എന്ന് 2 വിഭാഗങ്ങളായിട്ട് വേദപുസ്തകത്തിൽ മനുഷ്യരെ 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ, യഹൂദനെ ദൈവത്തിൻ്റെ ജനമെന്നും അല്ലാതെയുള്ളവരെ ജാതികളുമെന്ന, അത് ചില സൗകര്യത്തിന് പറഞ്ഞിരിക്കുന്നതാണ്. ദൈവത്തിന് അങ്ങനെ തിരിച്ചു വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇസ്രായേൽ 12 ഗോത്രങ്ങളിൽ നിന്നും എന്ന് ആ 12 ഗോത്രങ്ങളുടെ പേര് ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഇത് ജഡീയ ഇസ്രായേലിൽ നിന്ന് വന്നവരല്ല, അത് കുറച്ച് പേരേ ഉള്ളൂ. ജാതികളിൽ നിന്നും ഇസ്രായേലിൽ നിന്നും വന്നവരുടെ സംഖ്യയാണ് ഇവിടെ പറഞ്ഞത്. അപ്പം അത് അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇത് പുറമേ യഹൂദനായവനല്ല യഹൂദൻ, അകമേ യഹൂദനായവനാണ് യഹൂദൻ. അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവരെല്ലാം അബ്രഹാമിൻ്റെ മക്കൾ എന്നാണ്. അപ്പൊ ഇസ്രായേലിന് നൽകപ്പെട്ട ന്യായപ്രമാണം അത് അക്ഷരം കൊണ്ട് യഹൂദനാകുന്നില്ല, അത് അനുഷ്ഠിക്കുന്നവന് യഹൂദനാവുക. പിന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം മതി. അപ്പൊ ഇവിടെ പറയുന്ന ഈ 12 ഗോത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷ്യാർത്ഥം വെച്ചോണ്ടാണ്. ജഡീക ഇസ്രായേൽ ലക്ഷ്യാർത്ഥമാണ്, ആത്മീയ ഇസ്രായേലാണ് അക്ഷരാർത്ഥം. എന്നാൽ അപ്പോസ്തലൻ മറ്റൊരു വാക്യത്തിൽ പറയുന്നത്, ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. പ്രാകൃതമാണ് ആദ്യം, ജഡീയ ഇസ്രായേലാണ് പ്രാകൃതം. അതിനെ ബേസ് ചെയ്ത് വരുന്ന ആത്മീയ ഇസ്രായേൽ അത് പിന്നീട് ക്രിസ്തുവിൽ കൂടെ രൂപം കൊള്ളുന്നതാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു താരതമ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇസ്രായേൽ ഗോത്രത്തിൻ്റെ 12 പേരുകളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെയല്ല. അപ്പോൾ ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് പറയുന്നു. അത് ആത്മീയ ഇസ്രായേലിനെ കുറിച്ചാണ്. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് വന്നവരെ കുറിച്ചാണ് ആത്മീയ ഇസ്രായേൽ എന്ന് പറഞ്ഞത്. അപ്പം ജഡീയ ഇസ്രായേലും ആത്മീയ ഇസ്രായേലും തമ്മിലുള്ള താരതമ്യം
ബന്ധം, അതൊരു മറ്റ് ഒരു വിഷയമായിട്ട് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പേരിലുള്ള സംശയങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ ഏഴാം മുദ്രയിൽ രണ്ട് വിഭാഗങ്ങളെ രക്ഷിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ വിഭാഗം 144,000 അടങ്ങുന്ന സഭയാണ്. അവരുടെ ജീവിതവും അവർക്കുള്ള പ്രതിഫലവുമെല്ലാം സ്വർഗീയമാണ്. അത് അമർത്യ പ്രകൃതിക്കാരായി തീരുന്ന ആ പദവിയിലേക്കുള്ളതാണ് അവരുടെ പുനരുദ്ധാനം. ഇതിനെക്കുറിച്ച് ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ 12,000 വെച്ച് 144,000 പേർ. പിന്നെ അടുത്ത വിഭാഗത്തെ കുറിച്ച് പറയുന്നു. 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവരായി ആർക്കും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇത് രണ്ടാമത്തെ വിഭാഗത്തെക്കുറിച്ചാണ്. അപ്പൊ ഇവിടെ കർത്താവിൻ്റെ മുൻപാകെ നിൽക്കുന്ന രണ്ട് വിഭാഗങ്ങൾ മനുഷ്യരാശിയിൽപ്പെട്ടവർ. ആദ്യത്തേത് സഭയിൽപ്പെടുന്നവരും രണ്ടാമത്തേത് എണ്ണിക്കൂടാത്ത ഒരു വലിയ ജനസംഖ്യ ആയിത്തീരുന്ന ഒരു വിഭാഗം. ഇവരെ നമുക്ക് പൊതുലോകം എന്ന് വിളിക്കാം. ഇവിടെ പറയുന്ന മഹാപുരുഷാരം മറ്റൊരു തെരഞ്ഞെടുപ്പ് ഗണമാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഈ മഹാപുരുഷാരം മറ്റൊരു തെരഞ്ഞെടുപ്പ് ഗണമാണെന്ന് പഠിപ്പിക്കുവാൻ വേദപുസ്തകത്തിൽ പിന്താങ്ങുന്ന ഒരു സൂചനകളും ഇല്ല. അത് ആരുടെയോ സ്വന്തമായ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. സ്വന്തമായ അഭിപ്രായം പറയുന്നതിന് കുഴപ്പമില്ല. അതിനെ ന്യായീകരിക്കുന്ന വേദപുസ്തകത്തിൽ നിന്നുള്ള മറ്റ് തെളിവുകൾ നമുക്ക് വേണം. അല്ലാതെ നമുക്കത് സത്യമായ ഉപദേശമാണെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത മഹാപുരുഷാണ്. ഇത് ആദാമിൻ്റെ മുഴുവൻ മക്കളെയുമാണ് സൂചിപ്പിക്കുന്നത്. അവർ വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നു. ഇവരും എങ്ങനെ, ഏത് വിഭാഗത്തിൽ നിന്ന് വന്നവരാ? ഈ മഹാപുരുഷാരം എന്ന് പറയുന്നതും ഇവരും സർവഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷയിലേക്ക് വന്നവരാ. പക്ഷെ അവർ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുകയാണ്. ആദ്യത്തെ വിഭാഗം അവർ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്നതാണ് കാണുന്നത്. അവരാരെയാ വാഴുന്നത്? അവര് വാഴുന്നത് ഈ താഴെ പറയുന്ന വിഭാഗത്തെയാണ്, രണ്ടാമത്തെ വിഭാഗത്തെയാണ്. അവര് ന്യായവിധി കഴിഞ്ഞ് അവരുടെ പ്രതിഫലം അവർ വാങ്ങി നിൽക്കുക. അവർക്കുള്ള പ്രതിഫലം എന്താണ്? അവർക്കുള്ള പ്രതിഫലം ഈ ഭൂമിയിൽ നിത്യജീവൻ പ്രാപിച്ച് ഇവിടെ ജീവിക്കാമെന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് അമർത്യതയും രണ്ടാമത്തത് നിത്യജീവനും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ജീവനില്ല. ദൈവത്തിന് കൊടുക്കാൻ വേറെ ഒന്നുമില്ല. ഒന്നുമില്ല അമർത്യ ജീവൻ, അല്ലെങ്കിൽ നിത്യജീവൻ. അപ്പം അമർത്യജീവന് യോഗ്യരായിത്തീരുന്നവരുടെ എണ്ണം പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ളവർക്കെല്ലാം നിത്യജീവനാണ് കൊടുക്കുന്നത്.
അപ്പൊ അവര് എങ്ങനെയായി നിത്യജീവൻ പ്രാപിച്ചു വന്നതെന്നുള്ള ഒരു വിഷയമാണ്. അവര് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവര് നീതീകരിക്കപ്പെട്ട ആളുകളായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. അവര് നിത്യജീവന് യോഗ്യരായി കയ്യിൽ കുരുത്തോലയും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അവർ വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് കണ്ടു. ഇവിടെ യഹോവയുടെ സിംഹാസനമുണ്ട്, കുഞ്ഞാട് അതിൽ അവിടെയുണ്ട്. യഹോവയുടെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെയാണ് ഇവർ നിൽക്കുന്നത്. അവരെന്താ പറയുന്നത്? അവർ പറയുന്നത് രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്നവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ട്. ഏതിൽ നിന്നുള്ള രക്ഷ? ശിക്ഷ എന്താണെന്നറിഞ്ഞെങ്കിലേ രക്ഷ എന്താണെന്നറിയാൻ പറ്റും. ശിക്ഷ ആദാമ്യ പാപത്താലുള്ള മരണമാണ് ശിക്ഷ. ആ മരണത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് യേശുക്രിസ്തു ബലിയായിത്തീർന്നു. അപ്പൊ ഒന്നാം വരവിൽ യേശുക്രിസ്തു ബലിയായിത്തീർന്നു. ആ പുണ്യാഹ രക്തവുമായിട്ട് യേശുക്രിസ്തു കൈപ്പണിയല്ലാത്ത മന്ദിരത്തിലേക്ക്, പിതാവിന്റെ അടുക്കിലേക്ക് പോയി. ഒന്നാമത് ആ പുണ്യത്തിന്റെ പ്രതിഫലവുമായിട്ടാണ് രണ്ടാമത് വരുന്നത്. അപ്പോ ആ രക്ഷ ഈ പ്രജകൾക്ക് രണ്ടാമത്തെ വരവിൽ കൊടുക്കുകയാണ്. അത് 1000 ആണ്ട് ന്യായവിധിയിൽ കൂടെയാണ് രക്ഷയ്ക്ക് യോഗ്യരും ശിക്ഷയ്ക്ക് യോഗ്യരും ആരാണെന്ന് തെളിയിക്കപ്പെടുന്നു. അങ്ങനെ തെളിയിക്കപ്പെട്ട് രക്ഷയ്ക്ക് യോഗ്യരായവരാണ് കയ്യിൽ കുരുത്തോലയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവരെന്താ പറയുന്നത്? രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. രക്ഷ എന്നുള്ളത് ആ ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അത് യേശുക്രിസ്തുവിൽ കൂടെയാണ് നൽകപ്പെടുന്നത്. അത് മുഴുവൻ ആദാമ്യ ഭവനത്തിനും ക്രിസ്തുവിനെ അനുസരിക്കുന്നവർക്ക് നൽകപ്പെടുന്നതാണ്. അങ്ങനെ ആ രക്ഷപ്പെട്ടു നിൽക്കുന്ന ആളുകൾ അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്നു. അപ്പൊ ഇവിടെ സ്വർഗത്തിൽ ഉള്ള എല്ലാ വിഭാഗക്കാരും ഇവിടെയുണ്ട്. അവ സകല ദൂതന്മാര്, മൂപ്പന്മാര്, 4 ജീവികൾ എല്ലാവരും ഇവിടെയുണ്ട്. സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണു. മൂപ്പന്മാരും 4 ജീവികളും സകല ദൂതന്മാരും സിംഹാസനത്തിന് മുമ്പിൽ വീണു. എന്താ പറയുന്നത്? ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ നമസ്കരിച്ചു. പിന്നെ ആരാ ഇതിൽ ഉൾപ്പെടാനുള്ളത്? ആരുമില്ല ഇതിൽ ഉൾപ്പെടാൻ. സർവലോകവും സർവ രാജാക്കന്മാരും സകല മഹത്വക്കളും എല്ലാം ഇതിൽ ഉൾപ്പെട്ടുപോയി. എല്ലാവരും പിതാവിനെയും കുഞ്ഞാടിനെയും നമസ്കരിക്കുന്നു. അപ്പോൾ ഇത് വലിയൊരു സന്തോഷത്തിൻ്റെ പര്യവസാനമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ? എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യോഹന്നാനോട് ഇത് ചോദ്യ. ഇത്രയും പേര് ഈ വെള്ളനിലയങ്കി ധരിച്ച് വന്നിരിക്കുന്നു, ഇവര് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. അപ്പോ യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. യജമാനൻ അറിയാൻ മേലായിട്ടാണോ? സ്വർഗത്തിലെ 24 മൂപ്പന്മാരിൽ ഒരു മൂപ്പനാ ചോദിക്കും.
ആ മൂപ്പൻ അറിയാൻ മേലാഞ്ഞിട്ടാണോ ചോദിച്ചത്? അല്ല, യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ മൂപ്പൻ തന്നെ മറുപടി പറയാണ്. എന്താ പറഞ്ഞേ? ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. അപ്പൊ ഈ മഹാകഷ്ടം എന്ന് പ്രയോഗിച്ചിരിക്കുന്ന ആ വാക്ക് അത് എന്താണെന്ന് ചില ആളുകൾക്ക് പിടികിട്ടുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ച മഹാകഷ്ടം ഏതാണ്? ഒരു മനുഷ്യ ശിശു ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ തന്നെ മഹാകഷ്ടം ആരംഭിക്കുക അല്ലേ? ഒരു ശിശു ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ തന്നെ മഹാകഷ്ടം ആരംഭിക്കുക. അവിടെ തുടങ്ങി കഷ്ടകാലങ്ങളുടെ ഒരു പട്ടികയാണ്. അത് പൂർത്തിയാകുന്നത് എപ്പോഴാ? ഈ കഷ്ടകാലം എപ്പോഴാ പൂർത്തിയാകുന്നത്? എപ്പോഴാ പൂർത്തിയാണ്? കൊല്ലുമ്പോഴാ, മരിക്കുമ്പോ അല്ലേ? ചിലർ കൊല്ലും ആളുകളെ അല്ലേ? ആളുകളെ കൊല്ലുന്നില്ലേ? അപ്പൊ ആ കഷ്ടകാലം തീരുക. ഇവ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ എന്ന് പറഞ്ഞാൽ ആദാമ്യ പാപത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്ന എല്ലാ വിപത്തുകളും എല്ലാ അനുഭവങ്ങളും അവസാനമായിട്ട് മരിക്കുകയും ചെയ്യുന്നു. ഇതാണ് മനുഷ്യനെ സംബന്ധിച്ച മഹാകഷ്ടം. ഇതിൽ കൂടിയ മഹാകഷ്ടമൊന്നും ഒരു മനുഷ്യന് സംഭവിക്കാനില്ല. അപ്പോ ഈ മഹാകഷ്ടം ഒഴിഞ്ഞു കിട്ടിയവരാണ് ഇവര്. എങ്ങനെയാ ഒഴിഞ്ഞു കിട്ടിയേ? ആദാമ്യ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും യേശുക്രിസ്തു അവരെ പുനരുദ്ധാനം വഴി ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ട് 1000 ആണ്ട് വാഴ്ചയിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ട് അനുസരിച്ച് ഇവർ നിത്യജീവനിലേക്ക് വന്നിരിക്കുന്നു. അഥവാ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. അവർക്ക് എങ്ങനെയാണ് ഈ മാറ്റമുണ്ടായത്? മഹാകഷ്ടം എങ്ങനെയാ മാറിക്കിട്ടിയത്? കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഉണ്ടോ? കുഞ്ഞാടിന്റെ രക്തം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് അവരെ ഈ അലക്കി വെളുപ്പിച്ച അവസ്ഥയിൽ അവരെ വിശുദ്ധന്മാരാക്കി. എങ്ങനെയാ? ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക എന്നതാണ്. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണമാണ് ഈ അലക്കി വെളുപ്പിച്ച അങ്കി. അത് പിതാവ് അംഗീകരിച്ചിട്ട് അവർ നിത്യജീവന് യോഗ്യരെന്ന് ക്രിസ്തുയേശുവിൽ കൂടെയുള്ള പ്രഖ്യാപനമുണ്ടായി. അങ്ങനെ വലിയൊരു ജനസംഖ്യ നിൽക്കണം. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിലിരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. അവിടെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുകയവർ. എവിടെയാ? അവൻ്റെ ആലയത്തിൽ രാപ്പകൽ ആരാധിക്കും. ഏതാണ് ഈ ആലയം? ഇത് ദൈവത്തിൻ്റെ രാജ്യമാണ് ആലയം. അത് പ്രത്യേകം ഒരു പള്ളി പണിയണമെന്നല്ല. സ്വർഗമല്ല ഈ ആലയം. ഇത് ഈ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ പറുദീസയായിത്തീരും. അത് ദൈവത്തിൻ്റെ രാജ്യമായിത്തീരും. അത് ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയത്തിൽ ദൈവം മനുഷ്യരോടുകൂടെ വസിക്കും. ഏദൻ തോട്ടത്തിലെ ആദ്യത്തെ അനുഭവം അങ്ങനെയാണ്. ദൈവം ആദാമിനോടും ഹവ്വായോടും കൂടെ ഏദൻ തോട്ടത്തിൽ സംസർഗം ഉണ്ടായിരുന്നു. അന്ന് ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് ഈ ഭൂമി ദൈവത്തിൻ്റെ ഒരു ആലയം തന്നെയായിരുന്നു. ആദാമിനും യഹോവയ്ക്കും ഇവിടെ ഇരുന്നുകൊണ്ട് യഹോവയെ ആരാധിച്ച് ജീവിക്കാമായിരുന്നു. പക്ഷേ ആ അവസ്ഥയെല്ലാം പാപത്തിൻ്റെ ഫലമായി നഷ്ടപ്പെട്ടു പോയി. ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു.
സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. അതാ ഏദനിലെ അവസ്ഥ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നു. അതാണ് ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുമെന്ന് എഫെസോസിലെ സഭയുടെ ദൂതിൽ പറയുന്നു. അപ്പൊ ജയിക്കുന്നവന് ഏദൻ തോട്ടമാണ് അവകാശം. അതിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാനുള്ള അവകാശമുണ്ടാകും. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കയില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയ്ച്ച് ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നടത്തും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് കർത്താവ് പറഞ്ഞു ഒന്നാം വരവിൽ. രണ്ടാമത്തെ വരവിൽ എല്ലാവരും കർത്താവിൽ വിശ്വസിക്കും. എല്ലാ ബിംബങ്ങളെയും അശേരാ പ്രതിഷ്ഠകളെയും അന്യദൈവങ്ങളെയും വലിച്ചെറിഞ്ഞ് എല്ലാവരും ജീവജലത്തിന്റെ ഉറവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കും. ആ യേശുക്രിസ്തുവിൽ നിന്നുള്ള ജീവൻ എന്നും എന്നേക്കും നിലനിൽക്കുന്നതായി മാനവരാശിക്ക് കൈമാറ്റം ചെയ്യപ്പെടും. കർത്താവിന്റെ ജീവൻ എല്ലാവരിലും വ്യാപരിക്കും. എന്നിട്ടോ ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അപ്പോ എന്ന് പറഞ്ഞാൽ മരണമുണ്ടാകില്ലെന്ന്. ഓരോ വിലാപ ഭവനങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ എല്ലാവർക്കും അറിയാം. ഈ ഭൂമി ഒരു സന്തോഷത്തിന്റെ ഭവനമായിരുന്നു ആദിയിൽ. അത് ഒരു വിലാപത്തിന്റെ ഭവനമായി തീർന്നു. ആ വിലാപത്തിന്റെ ഭവനത്തെ വീണ്ടും ദൈവവും യേശുക്രിസ്തുവും ചേർന്ന് സന്തോഷത്തിന്റെ ഭവനമാക്കി തീർക്കും. അങ്ങനെ മുഴുവൻ മനുഷ്യരാശിക്കും ശാശ്വതമായ ശാന്തിയും സമാധാനവും സന്തോഷവും കൈവരും. ഇനി മരണം ഉണ്ടാകയില്ല. ഇതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടതായ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി. ഇതിന് വിപരീതമായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും എല്ലാ പഠിപ്പിക്കലുകളും അസ്ഥാനത്താണ്. ഈ മഹാപുരുഷാരം എന്ന് പറയുന്ന ഒരു വിഭാഗം അതൊരു പ്രത്യേക തെരഞ്ഞെടുപ്പ് ഗണമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. മഹാപുരുഷാരം എന്ന് പറഞ്ഞിരിക്കുന്നത് സഭ കഴിഞ്ഞിട്ടുള്ള എല്ലാ മനുഷ്യരും ഈ മഹാപുരുഷാരത്തിൽപ്പെടും. അപ്പോൾ ജീവിതമുള്ള തിരിച്ചറിവുകൾ കൊണ്ട് നമ്മൾ വേദപുസ്തകം പഠിച്ചെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചും വരുവാനിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും നമുക്ക് ഉറപ്പുണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് തുടർന്നുള്ള കാര്യം അടുത്ത ദിവസം ചിന്തിക്കാം. ഈ വിഷയങ്ങളെയൊക്കെ പറ്റി ഇനി ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. അതൊക്കെ പിന്നീട് ഓരോ അവസരത്തിൽ നമുക്ക് ഓരോ വിഷയങ്ങളിൽ കൂടി കൂടുതൽ വെളിച്ചത്തിലേക്ക് വരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്.